ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈവിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ വീട്ടിലെത്തും മുരുഡേശ്വറിന്ന്. ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട്, അത് നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഗോവയിൽ നിന്ന് മുരുഡേശ്വർ എത്തി. മുരുഡേശ്വറിൽ നിന്ന് ഇനിയിപ്പോൾ നാട്ടിലോട്ട് നേരിട്ട് പോവുകയാണ്. അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് ഫുൾ വിജയനദിയാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കുറച്ച് മഴ ഉണ്ടാവും, പിന്നെ അത് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഓൺ ദ വേ കൊല്ലൂർ എന്ന് വെച്ചാൽ നമ്മുടെ മൂകാംബികയിൽ പോകാമെന്നുള്ള ഡൈവേഷനൊക്കെ കണ്ടു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല, നമ്മളങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പൂനെയിൽ നിന്ന് നാട് വരെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. സോ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ കൊങ്കൺ വഴിയാണ് നമ്മൾ വന്നത്, NH-66 പിടിച്ച്. അപ്പോൾ അവിടെയും വഴിയൊക്കെ ചെറിയ ചെറിയ പാച്ച് വർക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കണ്ണൂർ വരെ എത്താം. കണ്ണൂരിന് ശേഷം റോഡ് ഇച്ചിരി മോശമാണ്, അത് നിങ്ങൾ വഴികെ കാണും. മോശം ഇൻ ദ സെൻസ് റോഡ് പണിയാണ്, അതന്നെ കാര്യം. അപ്പോൾ 2 ദിവസത്തെ റൈഡിന് ശേഷം ഈ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് കണ്ടപ്പോൾ വിചാരിച്ചു നല്ല സൂപ്പർ വഴിയാണ്, നമ്മൾ പെട്ടെന്ന് എത്തും. കാരണം ഞങ്ങൾ 5:30 കൂടി കാസർഗോഡ് എത്തിയതാണ്. പിന്നെ ചുമ്മാ നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് നോക്കിയപ്പോൾ അതിൽ ടൈം കാണിക്കുന്നത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, വെറും 250 കിലോമീറ്റർ പോകാൻ 7.5 മണിക്കൂറാണ് കാണിക്കണ്ടായിരുന്നത്. പിന്നെ കേരളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അടിക്കേണ്ട കേരളം. അപ്പോൾ ഞാനൊരു ഷവർമയും ഒരു കാപ്പിയും കുടിച്ചു. അമ്മ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ആ ചായ കുടിച്ച ശേഷം NH നമ്മളെ പണി കാരണം ഓരോ ഡൈവേഷൻ വഴി തിരിച്ചു വിട്ട ശേഷം ഇതായിരുന്നു അവസ്ഥ. വൻ ലാഗായിരുന്നു. ഇതുകൊണ്ടാണ് 7.5 മണിക്കൂർ 250 കിലോമീറ്ററിന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അത് കോഴിക്കോട് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മുടെ ഓതൻറ്റിക് പൊറാട്ടയും ചിക്കൻ കറിയും കഴിച്ചു. അതുപോലെ അമ്മു തന്നെ കഴിച്ചത്. അമ്മു പിന്നെ മഷ്റൂം കറിയും മേടിച്ച്, പിന്നെ ഒരു സുലൈമാനിയും കുടിച്ചു. ഞങ്ങൾ രണ്ടാളും കൂടി ഉറങ്ങാതെ വീട്ടിലെത്തണമല്ലോ. രാത്രിയത്തെ ഫുഡ് കഴിച്ചപ്പോൾ സമയം ഏറെക്കുറെ 12 മണിയായിട്ടോ. ഞങ്ങൾക്ക് ഫുഡ് സ്പോട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും. അപ്പോൾ അതേ വീട്ടിലെത്താറായി. ഇനി 2 മണിക്കൂറും കൂടി, 2:15 ആകുമ്പോൾ എത്തുന്നതാണ് കാണിക്കുന്നത്. നല്ല മഴയായിരുന്നു വഴിക്കൽ. അതുകൂടാതെ നല്ല രീതിക്കുള്ള റോഡ് പണിയും കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ഓടിക്കാൻ. അങ്ങനെ ഇപ്പോൾ വീട്ടിലെത്താറായി. അപ്പോൾ 1300 കിലോമീറ്റർ ഓടിക്കാൻ എനിക്ക് 21 മണിക്കൂർ എടുത്തേ. പിന്നെ എനിക്ക് പെട്രോളിന് വന്ന ചിലവ് നമ്മൾ മാഹിയിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെ പെട്രോൾ അടിച്ചുകൊണ്ട് ടോട്ടൽ ഒരു 6000-7000 അടുത്താട്ടോ വന്നത് പെട്രോൾ ചിലവായിട്ട്. അപ്പോൾ ഓൾ ടുഗദർ ഒരു അടിപൊളി ഡ്രൈവായിരുന്നു. നമ്മുടെ റൂട്ടിൽ കയറിയ ശേഷം കേരളത്തിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് ലാഗ് അടിച്ചു എന്നല്ലാതെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ കൊങ്കൺ വഴി പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം. ശരിക്കും ഒരു എൻജോയബിൾ മെമ്മറബിൾ ട്രിപ്പാവും ഇത്. അപ്പോൾ ഈ ഡ്രൈവിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ എന്തായാലും ചാനലിൽ വരും. അപ്പോൾ അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെച്ചോണ്ട് കേട്ടോ. അപ്പോൾ ശരി, സിയാ. വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇത് വീടിൻ്റെ അങ്ങോട്ടുള്ള ഇടവഴിയാണ്. വേറെ വിഷ്വൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, രാത്രിത്തെ ഷോർട്സ് ആയിരുന്നില്ലേ. അപ്പോൾ പിന്നെ ഇതന്നെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റാ.